പഴയ മൂന്നാറിലെ മലഞ്ചെരുവിലുണ്ടായ വിള്ളലിൽ ആശങ്കയിലാണ് നാട്ടുകാർ. ദേശീയപാതയോരത്തെ CSI പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ മലഞ്ചെരുവിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. മഴ കനത്ത വിള്ളലിലൂടെ നീരൊഴുക്ക് വർദ്ധിച്ചാൽ മല തന്നെ താഴേക്ക് പതിക്കുമോ എന്ന ആശങ്കയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മൂന്നാർ CSI പള്ളിക്ക് സമീപം വൈദികൻ താമസിക്കുന്ന വീടിനോട് ചേർന്ന് വിള്ളൽ രൂപപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള വിള്ളലായിരുന്നു. പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ വിള്ളലിൻ്റെ ആഴം വർദ്ധിക്കുകയും വലിയ രീതിയിൽ ഇപ്പോൾ ഭൂമി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന തരത്തിൽ ഭീഷണി നേരിടുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ കെട്ടിടത്തിൻ്റെ സമീപത്ത് ഏതാണ്ട് ഒരു 3 അടിയിലധികം താഴ്ചയിലേക്ക് മണ്ണിരുന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുകയാണ്. ദേശീയപാത നമുക്ക് താഴത്ത് കാണാം. ആ താഴത്ത് ദേശീയപാതയുടെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി പാർശ്വഭിത്തിയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിരുന്നു. അത് ഏതാണ്ട് 2 മാസം മുമ്പാണ് ഈ മണ്ണ് നീക്കം ചെയ്തത്. അതിനുശേഷം അവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിൽ കാലതാമസമുണ്ടായി. ഇതിനിടയിൽ മഴ പെയ്തു. സ്വാഭാവികമായും മണ്ണിടിഞ്ഞ് താഴേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഇവിടെയുള്ള പള്ളി ഭാരവാഹികൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയോളമായി ദേശീയപാത വഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും നിരോധിച്ചു എന്ന് തന്നെ പറയാം. ഇനിയും മഴ ശക്തമാകുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് താഴോട്ട് പോകാനാണ് സാധ്യത എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് റോട്ടിലേക്ക് ഏകദേശം ഒരു 300 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ റീറ്റെയിൻ വാൾ പണിയുന്ന സമയത്ത് ഇത് നിൽക്കത്തില്ല. ഈ നിർമ്മാണ കമ്പനി ഏതെങ്കിലും രീതിയിലൊരു ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഈ മണ്ണ് നീക്കം ചെയ്യാനോ പാർശ്വഭിത്തികൾ ക്രമീകരിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും കാലവർഷം കനക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പാതയിൽ അപ്പാടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മൂന്നാറിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.